ഹായ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന പിസ്സയാണ്. പിസ്സ വിത്തൗട്ട് ഓവനാണ്. ഓവൻ ഇല്ലാതെ നമുക്ക് എങ്ങനെ പിസ്സ തയ്യാറാക്കാമെന്ന് നോക്കാം. പിന്നെ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാനിത് എന്നും പറയുന്നുണ്ട്, പക്ഷേ അതേ സപ്പോർട്ട് അങ്ങനെ വലുതായിട്ട് നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഈ വീഡിയോക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് സപ്പോർട്ട് മീ, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഞങ്ങളുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ പിസ്സ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതാ നമ്മൾ പിസ്സ ഡോ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത്, ഞാനിവിടെ ഒരു ബൗളിനകത്ത് കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. അത് നമുക്ക് 2 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഒരല്പം കൂടെ ഒരു 1/2 ടീസ്പൂൺ കൂടെ കൂടുതലിട്ട് കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് ഇതായിക്കോളൂ. ഇനി ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇത് ഷുഗർ ആഡ് ചെയ്തിരിക്കുന്ന ഇത് പെട്ടെന്നൊന്ന് പുളിച്ച് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷുഗർ ചൂടുവെള്ളത്തിലിട്ടിട്ട് ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് ഇതൊന്ന് പുളിച്ച് പൊങ്ങാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ഡോ തയ്യാറാക്കാനായിട്ട് ഞാൻ ഈ ബൗളിലേക്ക് 3 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നാൽ നമ്മൾ ഈസ്റ്റ് ഇപ്പം നന്നായിട്ട് പുളിച്ച് പൊങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇത് ഏകദേശം ഞാൻ 5 മിനിറ്റ് ആയപ്പോൾ തന്നെ നന്നായിട്ട് പൊങ്ങി വന്നു. ഇവിടെ നല്ല ചൂടായതുകൊണ്ട് നല്ലതായിട്ട് പെട്ടെന്ന് പൊങ്ങി വന്നു. അതിനനുസരിച്ച് നമ്മൾ സമയം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. ഇത് നമുക്ക് നമ്മുടെ മൈദയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം ഒഴിച്ച് നമുക്ക് മൈദ ഒന്ന് കുഴച്ചെടുക്കാം. ബാക്കി ആവശ്യമെങ്കിൽ മാത്രമേ നമ്മൾ വേറെ വാട്ടർ ആഡ് ചെയ്യുന്നുള്ളൂ. നമുക്കിത് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം. അല്പം സോൾട്ട് ഇട്ടിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പം ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്നുകൂടെ ഒഴിച്ചു കൊടുക്കാം. അതും കുറച്ച് വെള്ളം ഒഴിക്കണം. എന്നിട്ട് കുറവാണെങ്കിൽ മാത്രം നമുക്ക് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതാ ഞാനിവിടെ ബൗളിൽ നിന്ന് മാറ്റിയിട്ട് ഒരു ടേബിൾ ടോപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഇട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. നന്നായിട്ട് എത്ര സമയം ഇത് നന്നായിട്ട് കുഴയ്ക്കുന്നോ അത്രയും നമുക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടും. അങ്ങനെ നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. നമുക്കൊരു അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സ്വല്പം മതി. ഇത് ഞാനിപ്പോൾ ഒലിവ് ഓയിലാണ് ഒഴിക്കുന്നത്. നമുക്ക് ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ നമ്മുടെ സാധാ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാൽ മതി. മണമില്ലാത്ത ഏത് ഓയിൽ വേണം നമുക്ക് ഒഴിക്കാം. നന്നായിട്ടൊന്നുകൂടെ കുഴച്ചെടുക്കണം. ഓയിൽ ഒരുപാട് ഒഴിക്കണ്ട കേട്ടോ, കുറച്ച് ഒഴിച്ചാൽ മതി. ഒരു സ്വല്പം നമുക്ക് ഇങ്ങനെ കുഴയ്ക്കുമ്പോൾ ഒരു സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന്. ഇതാ നമ്മുടെ മാവ് ഇപ്പം ഞാൻ നന്നായിട്ട് കുഴച്ചൊരു ബൗളിലേക്ക് തന്നെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരല്പം ഓയിൽ ഒന്ന് തൂത്ത് കൊടുക്കാം. ഇത് കയ്യിലോട്ട് അല്പം ഓയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മേലിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കൊരു മിനിമം ഇതൊരു 1 അവർ വെക്കണം. ഇത് കൂടുതൽ വെച്ചാലും നല്ലതാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഈ മാവ് പുളിച്ച് പൊങ്ങി ഇതിൻ്റെ ഡബിളായിട്ട് വരും. അത്രയും ടൈം നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ മേലിലേക്കൊരു നനഞ്ഞ തുണി ഇട്ടിട്ട് ഒരു ക്യാപ്പ് വെച്ച് മൂടിയാൽ മതി. നമ്മൾ ഈ പൊറോട്ടയ്ക്കൊക്കെ ചെയ്യുന്ന പോലെ. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. നമുക്ക് ആവശ്യമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഇതൊരു ബൗൾ വെച്ച് അടച്ച് വെക്കുകയാണ്. ഇനി നമുക്കൊരു 1 അവർ കഴിഞ്ഞിട്ട് എടുക്കാം. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് പിസ്സ സോസ് ഉണ്ടാക്കാം. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പിസ്സ സോസ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഒലിവ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് സൺഫ്ലവർ ഓയിൽ എടുത്താലും മതി. അതിലേക്ക് നമുക്ക് ഗാർലിക് ആഡ് ചെയ്തെടുക്കാം. ഒരു 4-5 അല്ലി ഗാർലിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഗാർലിക്കിൻ്റെ ടേസ്റ്റ് നല്ലതാണ്, അല്പം കൂടിയാലും കുഴപ്പമില്ല. പിന്നെ എടുത്തിരിക്കുന്ന ഒരു ഒനിയൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്. അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി വഴന്ന് പോകണ്ട, കുറച്ച്. ഇതാ നമ്മൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 3 ടൊമാറ്റോ മിക്സിക്കകത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള സോൾട്ട് ഇട്ട് കൊടുക്കാം.
അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഷുഗർ, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി. നമുക്ക് ചെറിയൊരു കളർ വേണമല്ലോ അതിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ പുറത്ത് പോയി സോസ് മേടിക്കുന്നതിന് വരെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾ വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇത് ടൊമാറ്റോ ഇങ്ങനെ നേരിട്ട് അടിച്ച് ചേർക്കാതെ നമുക്കിത് വേവിച്ചിട്ട് വേണേ അതിൻ്റെ സീഡ്സും അതിൻ്റെ തൊലിയും എല്ലാം കളഞ്ഞിട്ട് വേണം നമുക്ക് മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കാം. പിന്നെ ഹാഫ് വേവിച്ചിട്ട് നമുക്ക് കുറച്ച് ഇങ്ങനെ ചതച്ച് വേണമെങ്കിലും എടുത്ത് ഇതിനകത്ത് ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ, നമ്മുടെ ആ സോസിൻ്റെ ഒരു സ്ട്രക്ചർ കിട്ടാനായിട്ട്. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. നമ്മുടെ ഇഷ്ടം അനുസരിച്ച് അതെങ്ങനെ വേണം നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അത് നമ്മുടെ ഫ്രൈ പാൻ്റെ ഒക്കെ ഈ ഹാൻഡിലിൽ ഒരു ഹോളുണ്ട്. അതെന്തിനാണെന്ന് അറിയാമോ? നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പം നമ്മുടെ ഈ സ്പൂണ് ഇങ്ങനെ വെക്കാനായിട്ടുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാമായിരുന്നു. ഇത് ഇങ്ങനെ വെക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റൗവിലോട്ടൊന്നും വെക്കേണ്ട, അതൊന്നും പറ്റത്തുമില്ല. നമ്മുടെ ആവശ്യം പോലെ എടുക്കുകയും ചെയ്യാം, ഇത് വെക്കുകയും ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളൂ കേട്ടോ, എല്ലാവർക്കും അറിയാമായിരിക്കും. ഇതാ നമ്മുടെ പിസ്സ സോസ് ഇപ്പോൾ ആയിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച ടൊമാറ്റോ ജസ്റ്റ് ഒന്ന് കുക്കായാൽ മതി, അത്രയും ടൈം മതി നമ്മളിത് വെക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്, ഇത് നമുക്ക് മാറ്റാം. പിസ്സയ്ക്ക് വേണ്ടിയുള്ള ചിക്കൻ നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇതാ നമ്മുടെ ഡോ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, 2 ഇരട്ടി വലുപ്പത്തിൽ ഇതായിട്ടുണ്ട്, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് ജസ്റ്റ് നമുക്കൊന്നുകൂടെ കുഴച്ച് എടുക്കാം. നല്ല സ്മൂത്തായിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്നുകൂടെ ചെയ്തിട്ടൊരു 1/2 hour കൂടെ വെക്കാം. ഞാനിപ്പോൾ അങ്ങനെ വെക്കുന്നില്ല, ഞാനിത് എടുത്ത് നേരിട്ടങ്ങ് പിസ്സ പരത്താൻ പോവാണ്. നമുക്ക് വേണമെങ്കിൽ മാത്രം അങ്ങനെ വെച്ചാൽ മതി. നന്നായിട്ടൊന്നുകൂടെ ഒന്ന് കുഴച്ച് കൊടുത്തിട്ട് നമുക്കിനി പിസ്സയുടെ അളവിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുക, ഓരോ ബോളാക്കി എടുക്കാം. ഇപ്പം ഞാനൊരു 1/2 പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി ഇത്രയുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് 2 എണ്ണം കൂടെ ആക്കാം. ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചപ്പാത്തി പലയിലോ അല്ലെ നമുക്ക് ഏതിനകത്താണ് നമ്മൾ പിസ്സ തയ്യാറാക്കാൻ പോകുന്നത് അതിനകത്ത് തന്നെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ചപ്പാത്തി പലയിൽ വെച്ച് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുകയാണ്. അത് നമുക്ക് നമ്മുടെ പലയിലോട്ട് അല്പം പൊടി വിതറി കൊടുക്കാം. മൈദയാണിത്, അത് നമുക്ക് വിതറിയിട്ട് നന്നായിട്ട് പരത്തിയെടുക്കാം. നമ്മുടെ പാൻ ഏത് വലുപ്പമാണോ ആ വലുപ്പത്തിൽ നമുക്കിത് പരത്തിയെടുക്കണം. ഒത്തിരി കട്ടി കുറഞ്ഞു പോകല്ല. നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. നമ്മളിപ്പോൾ നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഞാൻ വെക്കാൻ പോകുന്ന പാനിൻ്റെ അളവ് ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സോസ് ആഡ് ചെയ്യണം. അതിന് മുമ്പ് നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ച് ജസ്റ്റ് കുറച്ച് കുത്തിട്ട് കൊടുക്കുക, സോസ് ഒന്ന് പിടിക്കാനായിട്ട്. ഇപ്പം ഇതിൻ്റെ അകത്തോട്ട് എല്ലാം ഒന്ന് ഇറങ്ങുമല്ലോ, നല്ല ടേസ്റ്റ് കിട്ടും. ഇത് നമ്മൾ ഓവനകത്ത് വെച്ചല്ല ഉണ്ടാക്കാൻ പോകുന്നത്, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിത് വിത്തൗട്ട് ഓവനാണ്. അത് നമുക്കിപ്പം ചെയ്ത് കാണിക്കാം. അപ്പം ഞാനിപ്പം എല്ലാം നന്നായിട്ടൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഏതിനകത്താണോ തയ്യാറാക്കാൻ പോകുന്നത് അതിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഇത് നമ്മൾ ഈ ഫ്രൈ പാനകത്ത് ആണ് പിസ്സ തയ്യാറാക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം അതിലേക്ക് അല്പം ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഒലിവ് ഓയിലാണ്, നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് എല്ലാ സൈഡിലേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്തോട്ടെ. കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുത്താലും മതി. സൈഡിലേക്കെല്ലാം നന്നായിട്ട് തേച്ച് കൊടുക്കുക. നമ്മളിപ്പോൾ ഓയിൽ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം റവ ഇട്ട് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ അടി ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അല്പം ഒന്ന് റവ തൂക്കി കൊടുക്കുക. നമുക്ക് ഫ്രൈ പാനിലേക്ക് ഇട്ട് ജസ്റ്റ് എല്ലാ സൈഡും ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കണം. ചൂടുണ്ടോ? ഇല്ല. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പിസ്സ സോസ് നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ചെയ്യണം. നന്നായിട്ട് സോസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം, എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. എല്ലായിടത്തും ഒന്ന് പിടിക്കണ്ടേ. പിസ്സ സോസ് നമ്മളിപ്പോൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം മൊസറല്ല ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ചീസ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയതാണ്, അതിൻ്റെ വീഡിയോ ഞാനിടാം. പുറത്തുനിന്ന് മേടിക്കുകയാണെങ്കിൽ നമ്മൾ മൊസറല്ല ചീസ് എന്ന് പറഞ്ഞ് മേടിച്ചാൽ മതി.
ഇല്ലെങ്കിൽ ഇതിനെ പിസ്സ ചീസ് എന്നാണ് പറയുന്നത്. ഇതിലേതായാലും നോക്കി മേടിച്ചാൽ മതി. ഈ ചീസ് നല്ലതായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം, എങ്കിൽ മാത്രമേ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരത്തുള്ളൂ. ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അല്ല, മോനിയാണ് ഇടുന്നത്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാപ്സിക്കം എല്ലാം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാ ഞാൻ ഗ്രീൻ ക്യാപ്സിക്കം ഇടുകയാണ്. ഇത് നമുക്ക് റെഡ് ഇടാം. ഇനി യെല്ലോ ക്യാപ്സിക്കം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അല്പം സവാള. ഇതെല്ലാം ഞാനിവിടെ സ്ക്വയറായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ക്വയറായിട്ടോ അല്ലാതെ എങ്ങനെ വല്ലതും ചെയ്യാം. നീളത്തിൽ അരിഞ്ഞെടുക്കണമെങ്കിൽ നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഞാനിവിടെ സ്ക്വയറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്ക്വയറായിട്ട് അരിഞ്ഞെടുക്കുമ്പോൾ ഒരു ഭംഗി കിട്ടും. നമ്മൾ ഇഷ്ടം പോലെ ചെയ്താൽ മതി. ഇനി നമുക്ക് ഒലിവ് അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ചീസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. ഇതാ നമ്മുടെ പിസ്സ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ പഴയ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മുടെ ഈ പാന് ഇറക്കി വെച്ച് കൊടുക്കാം. ഇപ്പം ഡബിൾ പാനാണ്. നമുക്കിനി ലോ ഫ്ലെയിമിൽ ഇതൊരു 15-20 മിനിറ്റ് മാക്സിമം അത്രയും മതി. അത് ആ സമയം കൊണ്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇതിനി ഒന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് വെക്കണം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ നമുക്ക് വെക്കാം. ഇതാ നമ്മുടെ പിസ്സ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതാ അതിൻ്റെ അടി കാണാമല്ലോ, നമ്മൾ ഒട്ടും കരിഞ്ഞൊന്നും പോയിട്ടില്ല, ഒട്ടും പറ്റിയൊന്നും പിടിച്ചിട്ടില്ല, നല്ലതായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാ നമ്മൾ പിസ്സ ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ്. ഇത് നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാ കാണാമല്ലോ അല്ലേ ഈ സൈഡ്. അപ്പം ഞാൻ തന്നെ ഒന്ന് ടേസ്റ്റ് നോക്കാം. നല്ലതാണ്, സൂപ്പറായിട്ടുണ്ട്. നല്ലതാണോ? സൂപ്പർ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്. നല്ലതായിട്ട് തന്നെ നമുക്ക് ഓവൻ ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഓവനിൽ ചെയ്താൽ ഇതുപോലെ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. കറക്റ്റ് ഇതായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇനി ഒരു അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. ബൈ ബൈ. ബൈ ബൈ.